വളരെയധികം സക്സസ്ഫുള്ളായ ആളുകളെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഹീ ഈസ് എക്സെപ്ഷണൽ. അയാൾക്ക് പ്രത്യേകമായ എന്തോ ഒരു കഴിവുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് കൊണ്ടാണ് ഇത് നേടിയത്. പക്ഷേ അങ്ങനെയല്ല. ജീവിതത്തിൻ്റെ യാത്രയ്ക്കിടയിൽ അദ്ദേഹവും ഒരു സാധാരണ വ്യക്തിയായിരുന്നിട്ടുണ്ട്. ഒരു ഓർഡിനറി മനുഷ്യനായിട്ട് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എക്സ്ട്രാ ഓർഡിനറി ആയതിന് കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ പരിശ്രമമാണ്. നിങ്ങൾക്കും എക്സ്ട്രാ ഓർഡിനറി ആവാൻ സാധിക്കും. നിങ്ങളുടെ കളർ എന്താണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങളുടെ പേരൻസ് ഏത് നാട്ടുകാരാണ്, ഇതൊന്നും ഇതിൽ വിഷയമല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആവാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്നത്തെപ്പറ്റി നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളിപ്പോൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ റിസൾട്ട് ലഭിക്കുന്നില്ല എങ്കിൽ കാരണം ഇതാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് പഴയ ആ ഒരു ഓൾഡ് പാറ്റേണിൽ തന്നെയാണ്. ഇന്ന് ആളുകൾക്കൊരു മിഥ്യാധാരണയുണ്ട്. അബണ്ടൻസ് അഥവാ സമൃദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം പൊസഷനാണ്, അതായത് വസ്തുക്കളെ മറ്റും വാങ്ങിക്കൂട്ടുക. സത്യത്തിൽ അബണ്ടൻസ് എന്താണ്? വസ്തുക്കളും സമ്പത്തും വെൽത്താണ്. പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് 360 ഡിഗ്രി അബണ്ടൻസ്. സത്യമായ അബണ്ടൻസ് നിങ്ങളുടെ ആരോഗ്യമാണ്. ആരോഗ്യം നല്ലതല്ലെങ്കിൽ പിന്നെ എങ്ങനെ ലൈഫ് ബെറ്റർ ആകും? സത്യമായ അബണ്ടൻസ് നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. സത്യമായ അബണ്ടൻസ് നിങ്ങളുടെ ആത്മീയതയാണ്. എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. 2 ആസ്ട്രോണറ്റ്സ് സ്പേസിലേക്ക് പോകുന്നു. അതിനിടയ്ക്ക് അവരുടെ സ്പേസ് ഷിപ്പ് പ്രവർത്തനം നിലയ്ക്കുന്നു. ആ സമയത്ത് അവരോട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ പറയും, എനിക്ക് ഭൂമിയിലേക്കൊന്ന് എത്തിയാൽ മതി. നമ്മളിപ്പോൾ ഈ സുന്ദരമായ ഭൂമിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പല പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ നിങ്ങൾ ദൂരെ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ വീക്ഷിക്കുകയാണെങ്കിൽ വലിയൊരു സമുദ്രത്തിലെ ചെറിയ ചെറിയ പൊട്ടുകൾ മാത്രമായി അത് തോന്നും. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഏതൊരു കണ്ടീഷനാണോ ആ കണ്ടീഷൻ നിങ്ങൾ സ്വയം നിങ്ങളുടെ വിചാരങ്ങളുടെയും ഫീലിങ്ങിലൂടെയും ഉണ്ടാക്കിയതാണ്. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ ഫോർമുല എന്താണ്? അതാണ്, ജീവിതത്തിൽ നിങ്ങൾ വെറും എക്സ്പെക്റ്റേഷനിൽ ജീവിക്കരുത്. പകരം റിസ്ക് എടുക്കാൻ തയ്യാറാകുക. റിസ്ക് എടുക്കാതെ ഒരു പുതിയ റിസൾട്ട് ഒരിക്കലും ലഭിക്കുകയില്ല. നിങ്ങൾ ഇന്ന് വരെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ അതേ റിസൾട്ട് മാത്രമാണ് ലഭിക്കുന്നത്. അതിനാൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഏതെങ്കിലും വലിയൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ പഠിക്കുക. എക്സ്പെക്റ്റേഷൻ മാത്രം ചെയ്യാതിരിക്കും, ആക്ഷൻ എടുക്കൂ. ആരാണോ റിസ്ക് എടുക്കാത്തത് അവരുടെ ജീവിതം ബോറിംഗ് ആയിരിക്കും, ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെ പോലെയായിരിക്കും. എല്ലാവർക്കും റിസ്ക് എടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളെടുക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആ തീരുമാനങ്ങൾ നിങ്ങളെ മറ്റൊരു പടി ഉയരത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ തീർച്ചയായിട്ടും റിസ്ക് എടുക്കണം. അങ്ങനെ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തോറ്റുപോയാലും അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ നിങ്ങളെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കും. ജീവിതത്തിൽ ഒരിക്കലും തോൽവി എന്നൊന്നില്ല. ഇന്ന് നിങ്ങൾ റിസ്ക് എടുത്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. ഒരുപക്ഷെ ഞാൻ ആ സമയത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിജയിക്കുമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിത് നേടാൻ സാധിക്കുമായിരുന്നു എന്നുള്ള റിഗ്രറ്റ് ഉണ്ടാകും. അതിനാൽ നിങ്ങൾ റിസ്ക് എടുക്കുന്നതിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറരുത്. ഇങ്ങനെ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്നതിനുള്ള ശക്തി സ്വതവേ യൂണിവേഴ്സിൽ നിന്നും നിങ്ങളിലേക്ക് വരും. ഓരോ സക്സസ്ഫുള്ളായ വ്യക്തിയും റിസ്കിൻ്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കുന്നു. റിസ്കിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടരുത്. റിസ്ക് എടുക്കുന്നത് ഒരു അസറ്റായിട്ട് മനസ്സിലാക്കൂ. റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ ഗ്രേറ്റ്നെസ്സിൻ്റെ വഴിയിലൂടെ നടക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കൂടുതൽ ബെറ്ററാക്കുന്നതിൻ്റെ പ്രവർത്തനത്തിലാണ്. ഏത് നിമിഷവും നമ്മുടെ അവസാനം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുന്നതിൽ നിന്നും ഒരിക്കലും പിന്മാറരുത്. പുതുവർഷത്തിലേക്ക് പുതിയൊരു റിസ്ക് എടുക്കൂ, എന്നിട്ട് അവയെ വിജയിപ്പിക്കൂ. പുതിയ പുതിയ കാര്യങ്ങളെ നേടൂ. താങ്ക് യു ഫോർ വാച്ചിങ്.